വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീകോഡിംഗ് മാർക്കറ്റ് 12 പാർട്ട് 12 ഓഫ് ദ വീഡിയോ. അപ്പം ഈ ഡീകോഡിംഗ് സീരീസ് പാർട്ട് 1 തൊട്ട് നമുക്കിവിടെ പാർട്ട് 1 തൊട്ട് പാർട്ട് 13 14 നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മളെങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മളെങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്, മാർക്കറ്റിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്താണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലെക്ചേഴ്സാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ട്രേഡിംഗ് മോഡൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആകെ വഴി എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അതിലെ അത് വെച്ചിട്ട് നമ്മൾ പരിശീലിച്ച് മാർക്കറ്റിൽ ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്യാതെ അത് വെച്ച് പരിശീലിച്ച് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരായി വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ അനലൈസിസ് കറക്റ്റായിട്ടൊരു ഡീറ്റെയിലിങ്ങും കൂടെ ഒരു പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുകയാണ്. ബിക്കോസ് എനിക്കറിയാം ഇത് കറക്റ്റായിട്ട് ഒരു സിംപ്ലിഫൈഡ് വേയിൽ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം. ഓൾറെഡി മാർക്കറ്റ് ബ്ലൂ പ്രിൻറ്റ് ഡയറക്ഷൻ അനലൈസിസിൻ്റെ ഒരു ലെക്ചർ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് നമ്മൾ ഇച്ചിരി ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കയറുകയാണ്. ബിക്കോസ് ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം വരുന്നുണ്ട് പലർക്കും, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് പ്രൈസ് അനലൈസിസ് എന്നാണ് പറയുന്നത്, അല്ലേ? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈസ് അനലൈസിസിന്റെ ബ്ലൂ പ്രിന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം നമ്മൾ ഈ പ്രൈസ് അനലൈസിസിനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അവർ ലോജിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് വി വിൽ ഡീകോഡ് ദ പ്രൈസ് ജേർണി. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അതിനാണ് നമ്മൾ ഈ ഡീകോഡിംഗ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങിയേക്കുന്നത്. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ഇൻ ഡീറ്റെയിൽ. ഫോർ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ്? ദിസ് ഈസ് ദ ബിക്കോസ് മാർക്കറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രൈസിൻ്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് പ്രൈസ് അനലൈസിസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ നോക്കിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ അതിന് സെറ്റ് ഓഫ് കണ്ടീഷൻസ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് ആ കണ്ടീഷൻസിനെ നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി വിൽ ലിങ്ക് അവർ ലോജിക്കൽ കൺസെപ്റ്റ് ആൻഡ് വി വിൽ ഡീകോഡ് ദ പ്രൈസ് ജേർണി. ദിസ് ഈസ് അവർ എയിം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ ആദ്യമായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഏതാണ് ലോ ഏതാണ് എന്നുള്ളത് അറിയത്തില്ല. ഓൾറെഡി നമ്മളിത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഹൈയും ലോയും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് അടിക്കും, ഇവിടെ കയറി ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് ബെയറിഷ് ആയിരിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് ബെയറിഷ് ടോണിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ കയറി ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ലോസേ വരത്തുള്ളൂ. അപ്പോൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ് സ്ട്രക്ചർ വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ ആൻഡ് യു വിൽ ബി മേക്കിംഗ് ലോസസ്. ഇതാണ് പ്രശ്നം. അപ്പോൾ ഏതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഹൈ ടൈം ഫ്രെയിം സ്ട്രക്ചർ. ഹൈ ടൈം ഫ്രെയിം സ്ട്രക്ചറാണ് നമുക്ക് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ വി വിൽ ഫോളോ ദ ഹൈ ടൈം ഫ്രെയിം സ്ട്രക്ചർ ഇൻ ഓർഡർ ടു ബി ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് വൺസ് യു ആർ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് എവറിത്തിങ് വിൽ ബി ഈസി ഫോർ യു. അപ്പം നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചാണ്? ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഇതൊരു ഹയർ ടൈം ഫ്രെയിം ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ 1 hour സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ ഹൈ ആൻഡ് ദിസ് ഈസ് എ ലോ ആൻഡ് ദിസ് ഈസ് എ ഹൈ, ദിസ് ഈസ് എ ലോ ആൻഡ് ദിസ് ഈസ് എ ഹൈ ആൻഡ് ദിസ് ഈസ് എ ലോ ആൻഡ് ദിസ് ഈസ് എ ഹൈ ആൻഡ് ദിസ് ഈസ് എ ലോ ആൻഡ് അഗൈൻ ദിസ് ഈസ് എ ഹൈ ആൻഡ് ദിസ് ഈസ് എ ലോ. ഇങ്ങനെയാണ് ഹയർ ടൈം സ്ട്രക്ചർ പോകുന്നത്. സോ ഹയർ ടൈം സ്ട്രക്ചറിൽ നമ്മൾ നോക്കേണ്ടത് ഹയർ ടൈം സ്ട്രക്ചറിൻ്റെ ബേസ് ലോ, ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ലോ, അല്ലേ? ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ. അതിനുശേഷം നെക്സ്റ്റ് ലോ, ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ, ഹയർ ടൈം ഫ്രെയിം ലോ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങനെയാണ് നമ്മളിത് ഓർത്തിരിക്കുക എന്നുള്ളത്. സോ ഐ എം ടീച്ചിങ് യു വൺ മോർ സോങ്. ദിസ് യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ അതെന്താണ് ആ സോങ്? ഹൈ ഹാസ് ടു കം ഫ്രം ദ ലോ. ഇതാണ് സോങ്. ഹൈ ഹാസ് ടു കം ഫ്രം ദ ലോ. എന്ത് ലോ? എവിടുത്തെ ലോ? ഹൈ ഹാസ് ടു കം ഫ്രം ദ ലോ മീൻസ് higher time frame high has to come from the higher time frame low. This is a song. And the low has to come from the high. The low has to come from the high.
ഈ ഹൈയുടെ ലോ ആണല്ലോ ഇത്, നേരെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതേ ഉള്ളൂ. സോ ദ ഹയർ ടൈം ഫ്രെയിം ലോ ഹാസ് ടു കം ഫ്രം ദ ഹയർ ടൈം ഫ്രെയിം ലോ. ദിസ് ഈസ് എ സോങ്, ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇവിടെ എന്താണ് സംഭവം? ദ ഹയർ ടൈം ഫ്രെയിം ഹൈ ഹാസ് ടു come from the higher time frame low. This is a 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 higher time frame. This is a higher time frame low. So the high has to come from the low and the low has to come from the high. This is a song. Okay? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സോങ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The high has to come from the low and the low has to come from the high. So എപ്പോഴും നമ്മൾ വിചാരിക്കുക high has to come from the low എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് ഹയർ ടൈം ഫ്രെയിം ഹൈ എന്നും കൂടെ ഇവിടെ കൂട്ടിയേക്കണം. ഹയർ ടൈം ഫ്രെയിം HTF എന്ന് പറയാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം ഹൈ ഹാസ് ടു കം ഫ്രം ദ ഹയർ ടൈം ഫ്രെയിം HTF, ഹയർ ടൈം ഫ്രെയിം ലോ. ആൻഡ് ഹയർ ടൈം ഫ്രെയിം സെയിം തിങ്, ഹയർ ടൈം ഫ്രെയിം ലോ ഹാസ് ടു കം ഫ്രം ദ ഹയർ ടൈം ഫ്രെയിം ഹൈ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കേട്ടാൽ മതി, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഈ ഹയർ ടൈം ഫ്രെയിം ഹൈ ആൻഡ് ഹയർ ടൈം ഫ്രെയിം ലോ നമ്മൾ ഇഫ് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്, ദോസ് ടു ലെഗ്സ്, ദെൻ യുവർ ഡിസിഷണൽ ഫ്രെയിം വർക്ക് വിൽ ബി റോങ്. അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിസ് ഹൈ ഈസ് നോട്ട് കം ഫ്രം ദിസ് ലോ. ദിസ് ഹൈ ഈസ് നോട്ട് കം ഫ്രം ദിസ് ലോ ബിക്കോസ് വി ആർ കൺസിഡറിങ് ഹയർ ടൈം ഫ്രെയിം ഹൈ ആൻഡ് ഹയർ ടൈം ഫ്രെയിം ലോ അല്ലേ. അപ്പം ദിസ് ലിറ്റിൽ ഹൈ is the intermediate high which is created on the subsequent leg എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വന്നാക്കുന്നത് ഈ ലിറ്റിൽ ഹൈ, ഇത് നമ്മൾ നോക്കുന്നത് these are intermediate highs and lows in between. അപ്പം ഇവിടെ വന്നാക്കുന്നത് ഹൈ, this is a higher time frame high and this is a higher time frame low and this is again another higher time frame high, this is again another higher time frame low. This low is responsible for creating this high. In between, intermediate highs and lows are there. അതൊരു മൈനർ സ്ട്രക്ചറിന്റെ ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആർ there. Now, what is happening? ഇവിടെ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത് എന്ന് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടുത്തെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് യു ക്യാൻ സീ ദാറ്റ് ദിസ്, ഇവിടെ ഒരു ഫ്ലിപ്പ് നടന്നിരിക്കുന്നു അല്ലേ. ഫ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഓൾട്ടർനേറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് ഫ്ലിപ്പ് ചെയ്യുന്നതിനാണ്, അതായത് മറിഞ്ഞു വീഴുന്നതിനാണ് പറയുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു ക്യാൻഡിൽ ഈസ് ക്ലോസ്ഡ്. അപ്പം നമ്മൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് ഹയർ ടൈം ഫ്രെയിം ആണ്, HTF ആണ് അല്ലേ. ഇത് ഹയർ ടൈം ഫ്രെയിം ആണ്, ഇത് ഹയർ ടൈം ഫ്രെയിം ആണ്, HTF ആണ്. ഇതും ഹയർ ടൈം ഫ്രെയിം ആണ്, HTF അല്ലേ. ഇതും അതെ, സിമിലർലി ഹയർ ടൈം ഫ്രെയിം ആണ്, ഇതും അതെ. അപ്പോൾ ഇവിടെ in between the higher time frame high and in between the higher time frame high and the higher time frame low, there will be intermediate highs and lows. This is an intermediate high, intermediate low, intermediate high, intermediate low, intermediate high, intermediate low. So why is എന്തുകൊണ്ടാണ് ഇത് ഇന്റർമീഡിയറ്റ് ഹൈയും ലോയും ആയിക്കൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ഈ വൺസ് ഈ ഹയർ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഉള്ള ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആർ ബീങ് ടേക്കൺ ഔട്ട് ആൻഡ് ദിസ് ഈസ് എ ഹയർ ടൈം ഫ്രെയിം ഹൈ എന്ന് നമ്മൾ കൂട്ടുന്നത്. ബിക്കോസ് ഇതിന്റെ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ എക്സാക്ട്ലി നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോഴത്തേനും നമുക്ക് ഈ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ വിൽ ഷോ യു. നോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇന്റർമീഡിയറ്റ് ഹൈസ്, ബിക്കോസ് ഒരു ഹയർ ടൈം ഫ്രെയിം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻ ബിറ്റ്വീൻ വരുന്നതെല്ലാം ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആണ്. ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ്, അതായത് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ലോയും ഹൈയും വന്നുകൊണ്ടിരിക്കും. സോ ദിസ് ഏരിയ ഈസ് കോൾഡ് എന്താണ്? ദിസ് ഈസ് ദ റീറ്റെയിൽ ഗ്രേവ്യാർഡ് എന്ന് പറയുന്നു. സോ ദിസ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ ഗ്രൗണ്ട്. വാട്ട് ഈസ് ദിസ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ. This area is called the institutional playground. So where is this institutional playground? Institutional playground in the retail graveyard. Okay, in the retail graveyard. This is the problem. മനസ്സിലായോ? സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ റീറ്റെയിൽ ഗ്രേവ്യാർഡ്. അതെങ്ങനെയാണ് മലയാളത്തിൽ പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവരുടെ പ്ലേ ഗ്രൗണ്ട്, അവർ ചെയ്യുന്ന മേജർ ഏരിയ ഫോക്കസ് ചെയ്യുന്ന ഏരിയ വിൽ ബി ഇൻ ദ റീറ്റെയിൽ ഗ്രേവ്യാർഡ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും വൺസ് യു സീ ദ ഹയർ ടൈം ഫ്രെയിം ഹൈ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ക്രിയേറ്റഡ് എ ന്യൂ ഹയർ ടൈം ഫ്രെയിം ഹൈ,
higher time frame high is created, then the higher time frame low is confirmed, and you have the higher time frame low, and you will have higher time frame high. In between, those things are called intermediate highs and low. അപ്പോൾ intermediate highs and lowയിൽ ഈ വരുന്ന last intermediate low is an important leg for us also. Okay, ഈ low, when it is taken out, what do you mean? This is an intermediate flip. So what is the market looking for? What the market is heading for? Market will be heading and targeting this. And ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. സോ അൾട്ടിമേറ്റ്ലി മാർക്കറ്റിന്റെ ടാർഗറ്റ് ഡയറക്ഷണൽ ബയാസ് വിൽ ബി ഹിയർ. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരണമെങ്കിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്? വൺസ് ദിസ് ഇന്റർമീഡിയറ്റ് ഫ്ലിപ്പ് ഈസ് ഹാപ്പൻഡ്, ഇവിടെ ഇന്റർമീഡിയറ്റ് ഫ്ലിപ്പ് ഈസ് ഹാപ്പൻഡ്, മാർക്കറ്റ് വിൽ കം ബാക്ക് 70% ഓഫ് ദ ടൈം ടു മിറ്റിഗേറ്റ് സംവെയർ അഗെയിൻ 50% ഓഫ് ദ ഫിബ് റേറ്റ്. ഇവിടെ 50%-ലധികം മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറി വന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് പോകും, പിന്നെയും കയറി വരും, പിന്നെയും താഴേക്ക് പോകും, പിന്നെയും കയറി വരും, പിന്നെയും താഴേക്ക് വരും. സോ അൾട്ടിമേറ്റ് ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് ഈസ് ടു ടാർഗറ്റിംഗ് ദ ലോ. ഏത്? ദിസ് ടാർഗറ്റിംഗ് ദ ലോ. ബട്ട് ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോഴത്തേനും ടാർഗറ്റിംഗ് ദ ലോ. അപ്പോൾ ഈ ടാർഗറ്റിംഗ് ദ ലോ വരുമ്പം യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ്. എന്താണ് നമ്മളിവിടെ ഫോർഗെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഇവിടെ ഫോർഗെറ്റ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഹയർ ടൈം ഫ്രെയിം ഹൈ, ബിക്കോസ് ഹയർ ടൈം ഫ്രെയിമിൽ ദിസ് ഈസ് ദ ഏരിയ വെയർ ടിൽ എ കാൻഡിൽ, ഇതാണ് ദിസ് ലോ വാസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദിസ് ഹൈ അല്ലേ. അപ്പം ഈ ലോ, ഹയർ ടൈം ഫ്രെയിമിന്റെ ലോയെ once it is taken out and a candle closure has been done here, then the market turns to be bearish. അതാണ് അതിനകത്തെ കാര്യം. അപ്പം ഈ അൺലെസ് ആൻഡ് അണ്ടിൽ ഈ ലോ ഇവിടെ എടുത്തു കഴിഞ്ഞാലും എ കാൻഡിൽ ക്ലോഷർ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്വീപ്പ് മാത്രമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ദിസ് ഈസ് ദ ഹയർ ടൈം ഫ്രെയിം ലോ അല്ലേ, ഹയർ ടൈം ഫ്രെയിം ലോ. ബിക്കോസ് ഇവിടെ ഹയർ ടൈം ഫ്രെയിം ലോ ആയതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ഒരു ക്യാൻഡിൽ വന്നിട്ട് ഒരു സ്വീപ്പ് നടത്തി പ്രൈസ് മുകളിലേക്ക് കയറുവാണെങ്കിൽ ഈവൻ ദെൻ ഇത് സ്വീപ്പ് ഒരു റിജക്ഷണൽ ക്യാൻഡിൽ വെച്ച് ലിക്വിഡിറ്റി സ്വീപ്പ് ആണെങ്കിൽ പോലും യു കനോട്ട് ഇമാജിൻ ഓർ യു എന്താ പറയുന്നത്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ഇത് ഇവിടുന്ന് ബെയറിഷ് ആയെന്ന് ചിന്തിക്കാൻ പാടില്ല. ബിക്കോസ് ഇവിടുത്തെ സം ഇംബാലൻസസ് ഓർ സം ലിക്വിഡിറ്റി പൂൾസ് ഹാസ് ടു ബി ടേക്കൺ ഔട്ട് ദ മാർക്കറ്റ്. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വന്ന് സ്വീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. So market will eventually, what is the direction of the market? It will go up. It will go up and it will target the recent higher time frame high. So it will be taken out. This is the market structure. Now, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഇവിടെ മാർക്കറ്റ് വരുമ്പോഴത്തേനും, സോ നമ്മൾ ഇവിടെ മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. ഈ ഹയർ ടൈം ഫ്രെയിമിൽ തന്നെയുള്ള ഒരു ക്യാൻഡിൽ ക്ലോഷർ ഇവിടെ നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് കയറി വരും. എത്ര ശതമാനം കയറി വരും? 50% മാർക്കറ്റ് മുകളിലേക്ക് കയറി വരും ഓൺ എ ഫിബ് റേറ്റ്. ഇറ്റ് ഷുഡ് കം ബാക്ക് 50% ഓഫ് ദ പ്രീമിയം ഏരിയ. ഓക്കെ, ദെൻ ഇറ്റ് വിൽ മിറ്റിഗേറ്റ് സംവെയർ, ദെൻ കം ബാക്ക്. ഇതാണ് കണ്ടീഷൻ. സോ വൺസ് മാർക്കറ്റ് ഇവിടെ തിരിച്ചു വരുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു? യു ആർ സ്റ്റിൽ ബുള്ളിഷ് ബിക്കോസ് ദ സ്റ്റേജ് ഈസ് കംപ്ലീറ്റ്ലി ബുള്ളിഷ് അല്ലേ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആണ്. See the direction? Completely bullish ആണ്. Why it is bullish? Because the last low on the higher time frame which created the high is not taken away. So ഇവിടെ മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? Here there is some imbalances, some volume imbalances, implied fair value gap, അങ്ങനെ പല കോൺഫ്ലുവൻസ് ഏരിയാസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഡിസ്റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വിൽ ബി ഹെഡിങ് അപ്പ് സൈഡ്. ബിക്കോസ് on the higher time frame this is the complete stage is bullish. Okay, അപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റേജ് നമ്മളിവിടെ ബുള്ളിഷ് ആയതുകൊണ്ട് യു ഷുഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ് ദ മാർക്കറ്റ് വിൽ ഗോ ഡൗൺ അഗെയിൻ. യു ഷുഡ് നോട്ട് എക്സ്പെക്ട്. ഇവിടെ വരുമ്പം വാട്ട് യു ഹാവ് ടു ഡു? മാർക്കറ്റ് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു സീ ദാറ്റ് യുവർ ലിറ്റിൽ സീക്രട്ട് ഈസ് പ്ലേയിങ് ഔട്ട് ഓർ നോട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിറ്റിൽ സോങ് ആൻഡ് ദ ലിറ്റിൽ സീക്രട്ട് is playing out well or not. If it is playing out here, get an entry with this, go with the bullish momentum, close out your trade above this high. This is our, പക്ഷേ ഇവിടെ that is a technically ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെക്നിക്കലി എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ നമ്മളിവിടെ ക്ലോസ് ഔട്ട് ചെയ്യും. ബിക്കോസ് there are pull backs, black sheeps are there here അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമുക്ക് പോലീസുകാരനാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തോളൂ. അതാണ് അതിനകത്തെ ടെക്നിക്ക്. അപ്പം
ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേനും യു ഷുഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ് here there is an intermediate flip is happened and intermediate flip will be targeting the low, the strong low. Maybe it will be a sweep or it will not sweep and your our little secret will be playing out. You join for the entry and get into the entry on the right side of the market and go bullish. So once the market is coming down, you cannot be bearish here. This is the problem. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബെയറിഷ് ആയിട്ട് നമ്മൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ you will make mistake because the complete stage is a bullish mode. When it will be a bearish mode, this candle when this the last low which created the high, sorry ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇത്രയും പോകണ്ട, ഓക്കെ ഇത്രയും വന്നാൽ മതി. ഓക്കെ, last low which created the high is taken out. This is a bearish phenomena. So in this bearish phenomena, when the market is coming back to the 50% here, you see that here our little secret is playing it out or not, and it will come down. This is an ideal ultimate scenario. Now the high has to come from the low and the low has to come from the high. ഇതാണ് നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അറിയത്തില്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം when the market is getting bullish, because the higher time frame is already in the bullish mode and it came intermediate lows and highs are created within the structure and it is in the institutional playground within the retail graveyard, and you are feeling that this ultimately this is a target for this to mitigate and come back, but it will not come here when our song is being played out with some imbalances or some pullback scenarios, what you are seeing here. Okay, ഇവിടെ എന്തെങ്കിലും pullback എന്തെങ്കിലും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഏരിയാസ് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് യു സീ ദാറ്റ് അവർ ലിറ്റിൽ സോങ് ഈസ് പ്ലേയിങ് ഇറ്റ് ഔട്ട് വെൽ ഹിയർ, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ കോൺഫ്ലുവൻസസ് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ അന്നേരം പറ്റുന്നുണ്ടെങ്കിൽ join with the entry for bullish side, and bullish setup will yield you more and more than the bearish setup. Okay, because market is ultimately മാർക്കറ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും ബുള്ളിഷ് സൈഡിലാണ്. ബുള്ളിഷ് സൈഡ് വിൽ ബി yielding more. അപ്പം നമ്മൾ വീണ്ടും പറയുമ്പോൾ അഗെയിൻ ദ മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് വൈ ദ പ്രൈസ് മൂവ്സ്, അല്ലെ? പ്രൈസ് മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാകുന്നതുകൊണ്ടാണ്. സോ ആസ് വി ക്രിയേറ്റ് ഹൈസ് ആൻഡ് ലോസ്, അല്ലെ? ഇവിടെ ക്രിയേറ്റ് ഹൈസ് ആൻഡ് ലോസ് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? വി ക്രിയേറ്റ് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പൂൾ ഓഫ് ഓർഡേഴ്സ്, അല്ലെ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് എപ്പോഴൊക്കെയാണ് മാർക്കറ്റിന്റെ ഈ ഹൈസ് ആൻഡ് ലോസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നോ വിച്ച് വിൽ ബി ടേക്കൺ ഔട്ട്, ദാറ്റ് ഈസ് കോൾഡ് ലിക്വിഡിറ്റി. സോ എബവ് ദ ഹൈസ് ആൻഡ് ബിലോ ദ ലോസ് ദർ വിൽ ബി ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് എന്ന് മാത്രം ഓർക്കുക. ഒത്തിരി അധികം നമ്പേഴ്സ് ഓഫ് ഓർഡേഴ്സ് അവിടെ കിടക്കുന്നതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എബവ് ദ ഹൈസ് ആൻഡ് ബിലോ ദ ലോസ് ദർ ഈസ് ലിക്വിഡിറ്റി, ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ദ പീപ്പിൾ ഓവർലുക്ക്. മനസ്സിലായോ? അതായത് ഏറ്റവും കൂടുതൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. when the structure is created, please listen carefully. Okay, when the structure is created, it will be creating highs and lows, അല്ലെ? highs and lows, and when the highs and lows are created, each of the highs and lows, ഓരോ ഹൈയുടെയും ലോയുടെയും ബിലോ and up and down, there will be liquidity, collection of orders, and this collection of orders will be triggered by the market. Okay, അപ്പം ഇത് നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അത് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അപ്പം അതുകൊണ്ടാണ് മെനി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്മൾ ഈ സ്ട്രക്ചർ ഇത് കണക്ട് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫെയിൽ ചെയ്യുന്ന ഒരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ് ആൻഡ് ലോസ് കറക്റ്റ്ലി മനസ്സിലാകുന്നില്ല. സോ ഹൈസ് ആൻഡ് ലോസ് കറക്റ്റായിട്ട് ഈ ലോ, ദിസ് ഈസ് എ ഹയർ ടൈം ഫ്രെയിം ലോ ആണ്, ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ യുവർ ഡിസിഷണൽ ഫ്രെയിം വർക്ക് വിൽ ബി ആബ്സല്യൂട്ട്ലി റോങ്. അതാണ് പ്രശ്നം. അപ്പോൾ when the price is coming for an intermediate trend to mitigate somewhere here or to mitigate എന്താണ് നമ്മളുടെ സ്ട്രക്ചറൽ തിയറി പ്രകാരം, and the previous leg is this, right? This is the previous leg. Okay, and when the price is coming down to mitigate 50% of the previous area, you are thinking that this is a bearish scenario, because once you see this activity happening, this is a bearish scenario ആണെന്ന് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിയുമ്പോൾ you will be keep on shorting. That's an absolute wrong scenario and you will be losing money. എന്തുകൊണ്ടാണ് losing money? Because you fail to understand the market structure.
So you have to be very careful with the market structure, and you have to be in the right side of the market, whereas you have opportunity here on the upper side to participate for the intermediate trend. See that your little song is being played out on a consistent uptrend. This is more important. Consistent uptrend, also on the എന്താണ് ബ്രേക്ക് ഓഫ് എ സ്ട്രക്ചർ. എന്താണ് ബ്രേക്ക് ഓഫ് എ സ്ട്രക്ചർ? ഹിയർ ഇവിടെ ദിസ് is a high created and the low is created. When this high is being taken, this is considered as a break of a സ്ട്രക്ചർ. അതത്ര ഓർത്താൽ മതി. വേറെ അതിനകത്ത് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നോ അങ്ങനെയല്ല കണ്ടമാനം ടെക്നിക്കൽ ടൈംസ് ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതൊന്നും മനസ്സിലൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ ഇത്ര മാത്രം കാര്യമുള്ളൂ. അതായത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോറി, ഇവിടെ ഇതങ്ങ് കളയട്ടെ. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ ബേസിക്കലി നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഹൈ ഇസ് ക്രിയേറ്റഡ്. സോ ഈ ഹൈ എപ്പോഴാണ് മാർക്കറ്റ് എടുക്കുന്നത്? സോ ഈ ഹൈ എടുക്കുന്നതിനെ നമ്മൾ പറയുന്നത് BOS എന്ന് പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. When a high is created and a low is created, when the high was taken out, then this is called another break of structure. Finish. അത്ര ഉള്ള കാര്യം, സിമ്പിൾ. ഓക്കെ, അപ്പോൾ വെരി സിമ്പിൾ ആയിട്ട് നമ്മളിത് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏക വഴി. ബിക്കോസ് ഇതെല്ലാം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കാൻ എനിക്കറിയാം, പക്ഷേ I don't want to do that, because നമുക്ക് ultimately we want to be a professional trader, that's all, and nobody will teach you that professional trading unless and until Trading Secrets YouTube channel teaches you this. Okay, and you are watching Trading Secrets YouTube channel, and you have to be very proud of our channel. Thank you very much, and that's a later part of the lesson. Okay, now let's come to the real chart of Nifty. Okay, so Nifty is the grandfather. What is the grandfather? This is a three generation directional analysis for the Nifty. So ആ ഒരു ഡയറക്ഷണൽ അനലൈസിസിലാണ് നമ്മൾ നിഫ്റ്റിയെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ സുപ്രീം ഇൻഡെക്സ് ആൻഡ് ഇറ്റ്സ് എ സിന്തറ്റിക് ഇൻഡെക്സ്. നൗ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നൗ go to the day chart. Okay, here day chart, once you look at this, I cannot explain you in depth details. So let's drill down back to the 4 hour. So whether ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കാണാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ല. So we will go to 1 hour chart. So it's easy for me to show you the graphical, symbolic, pictorial representation where you will understand the structure in a clean and decent way. Okay, now this is a low created, right? We'll put a red color. Okay, this is a low created, and this low is responsible for creating this high, right? This low is responsible for creating this high, because in between there are intermediate highs and lows. So അവിടെ വരെ മനസ്സിലായല്ലോ. ഇനി ദിസ് ലോ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ അല്ലേ? അതിനുശേഷം ഇവിടെ നമ്മൾ ഇത് പോട്ടെ. അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് ഈസ് ടാപ്പിംഗ് എബോവ് ദിസ് ദെൻ നമ്മൾ നോക്കണം ഏത് ലോയാണ് ആ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ആ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിന് മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തോ, ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തോ, ഇതിന് മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കയറിയല്ലോ. ഓക്കെ, അപ്പോൾ അതിന് കയറി അതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സോ ദിസ് ഈസ് എ ഹൈ അല്ലേ? അപ്പം വിച്ച് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ? ബിക്കോസ് ദിസ് ലോ ക്രിയേറ്റഡ് ഈ ലോയാണ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല. ബിക്കോസ് വൈ ഇങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് അല്ലേ? ഇത് ഇവിടെ ഒരു കറക്ഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ വരെ പോകുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ വന്നിട്ട് പിന്നെ നേരെ താഴോട്ട് വരുന്നു, ഇങ്ങനെ വരുന്നു മാർക്കറ്റ്. സോ ദിസ് ലോ is responsible for creating this high. So on a higher time frame, which law is important? This law is important അല്ലേ? That law created the high. അപ്പോൾ let's take this law as a base, the strongest law. ഇനി once this law is created, once this law is taken out, what is our structural understanding? Taken out and a candle closure below is treated to be market changed bearish. അതല്ലേ നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം ഇവിടെ ദിസ് ലോ is the most important law on the 1 hour time frame, and this created the high, and once it is coming back and closing a candle below this law is treated to be ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് treated to be market direction change അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? മാർക്കറ്റ് ഡയറക്ഷൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ക്യാൻഡിൽ ക്ലോഷർ ബിലോ, immediately what the market will do, it will come back 50% of the total move, correct? Then it will fall down again. This is what a market structure is all about. So whether it is matching or not, what I am explaining you here,
ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. ഇത് ഇന്നത്തെയാണ്. ഇതുണ്ട് 20 ജനുവരി 2024. 20 ജനുവരി അതിന് മുന്നേ ഇതുണ്ട് 18 ജനുവരി അതിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് ബേസ്ഡ് ഓൺ ദിസ് ആണ്. നമ്മൾ ഷോർട്ട് പുട്ട് ഓപ്ഷൻസ് പിടിക്കുന്നു, കോൾ ഓപ്ഷൻസ് പിടിക്കുന്നു. നമുക്ക് ഓപ്പർച്യൂണിറ്റി ബോത്ത് സൈഡിലേക്കുണ്ട്. സോ അപ്പോൾ നമ്മൾ അതിനകത്ത് കൗണ്ടർ ട്രേഡിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വാട്ട് ആർ വി ലുക്കിംഗ് അബൌട്ട്? വി ആർ ലുക്കിംഗ് അബൌട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, എ ഫീസിബിൾ ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു വിൽ മേക്ക് സം മണി, അല്ലേ? ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് രണ്ട് സൈഡിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഓൺ ദ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ആൻഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ദ മെയിൻ ട്രെൻഡ്. അപ്പോൾ രണ്ടെണ്ണത്തിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എവിടെയെല്ലാം വെച്ച് നമ്മൾ എൻട്രി എടുക്കണം, ഏതെല്ലാം പോയിന്റിലാണ് നമ്മൾ നോക്കേണ്ടത്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനമിക്സിൽ മാർക്കറ്റിന് വെദർ ദ മാർക്കറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു എ പ്രീമിയം ഏരിയ ഓർ നോട്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ യു ആർ കണക്ടിങ് യുവർ ലോജിക്കൽ സെറ്റപ്പ് വിത്ത് പ്രീമിയം ടു ഫൈൻഡ് ഔട്ട് ദ പ്രീമിയം ഏരിയ ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? അപ്പം മാർക്കറ്റിൻ്റെ പ്രീമിയം ഏരിയ ആൻഡ് ദ ഡിസ്കൗണ്ട് ഏരിയ എവിടെയാണെന്നെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസിസ് ആണ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് പ്രൈസ് അനലൈസിസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, മാർക്കറ്റ് ഇത് മനസ്സിൽ എപ്പോഴും വേണം. യു ഹാവ് ടു ബേൺ ദിസ് വൺ ഇൻ യുവർ മൈൻഡ്. മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് പ്രൈസ് അനലൈസിസ് ആൻഡ് നത്തിങ് എൽസ്. ഓക്കെ, നത്തിങ് എൽസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഐ ക്യാൻ 100% ഗ്യാരണ്ടി യു ദിസ്. ഓക്കെ, നൗ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് വന്നു. സോ മാർക്കറ്റ് ഇവിടെ എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. ദെൻ വാട്ട് യു ഹാവ് ടു ലുക്ക് ഫോർ എ പ്രൈസ്. ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഈവൻ ഓൺ എ മൈനർ സൈഡ് ഓർ ഓൺ എ ഇപ്പം നമ്മൾ ഇന്റർമീഡിയറ്റ് ട്രെൻഡിലാണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോണം. നമ്മൾ എപ്പോഴെങ്കിലും ദ ഇന്റർമീഡിയറ്റ് ലോ ഓർ ദ സ്ട്രോങ് ലോ ഓൺ എ higher time frame or on a minor time frame or on a 1 minute time frame or on a 5 seconds time frame here. Okay, എന്തെങ്കിലാണെങ്കിലും you have to find out that what is the law that created the high which is taken it out or not. അങ്ങനെ നോക്കുമ്പം അങ്ങനെ ടേക്കൺ ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിൽ ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ, ദെൻ ദ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ കം ബാക്ക് 50% ടു കം ബാക്ക് ടു ദ 50%. ഓക്കെ, 50% മാർക്കറ്റ് തിരിച്ചു കയറി വരും. എന്തിനു വേണ്ടിയിട്ട്? ടു മിറ്റിഗേറ്റ് സം ഏരിയാസ്. Okay, to mitigate some areas and eventually then again it will come back. Then again it will come back to the 50% of the time. So what it is mitigating? It will mitigate 50% of the previous area. What is the previous area? എനിക്കറിയാം, ഇപ്പോഴും മനസ്സിലായി. Okay, what is the previous area? This high and this low is the previous area. So it will come back 50% of this area. Right? അപ്പോൾ it will come back 50% of this area. But on the trading cycle, you cannot expect that immediately it will come back and hit this. So what you will look for? You will look for here. What is your initial point of fall? Here. And what was your this thing? What was ഇവിടെ നമ്മൾ ബോഡി ഇല്ലാതെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇത് ഈവൻ ഇവിടെ ബോഡി ടു ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇനീഷ്യൽ ലെഗിൽ ഇവിടെ മാർക്കറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെഗിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യുന്നത് എവിടെ വെച്ചായിരിക്കണം? നമ്മൾ ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഇനീഷ്യൽ ലെഗിൻ്റെ, അതായത് ദ പ്രീവിയസ് ഏരിയ ഏതാണോ ആ പ്രീവിയസ് ഏരിയയുടെ 50% മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പം യു വിൽ പ്ലാൻ ഫോർ ദ ഷോർട്ട് എൻട്രി. വെയറാസ് അതർവൈസ് ഓൾസോ യു വിൽ പ്ലാൻ ഫോർ ദ ഷോർട്ട് എൻട്രി. ഇവിടെ 50% ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് 50% വന്നു. നൗ consider the wicks also. So 50% will it come back or not? On the live chart, what are you seeing? 20th January 2024 data, and it came back 50% or not? Yes. When the price is coming back 50% here, what you should look for? Selling opportunity. Why so? Because a candle closure has been done here. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് യു ഹാവ് ടു സി മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് ഹിയർ. വാട്ട് ആർ ദോസ് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ്? ദോസ് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് എന്ന് പറയുന്നത് അവർ ലിറ്റിൽ സീക്രട്ട് ഹാസ് ടു ബി പ്ലേഡ് ഔട്ട് ഹിയർ ഓൺ എ ലോവർ ടൈം ഫ്രെയിം. അത് പിന്നെ പല കോൺഫ്ലുവൻസസ്, പുൾ ബാക്ക് സെനാരിയോസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്തിട്ട് യു ഹാവ് ടു മേക്ക് എ ട്രേഡിംഗ് മോഡൽ ഓഫ് യുവർ ഓൺ. ദാറ്റ്സ് മോർ സ്മാർട്ടർ വേ ഓഫ് ട്രേഡിംഗ് ഇറ്റ്. ഓക്കെ, once you make that trading model, ഞാൻ ചിന്തിക്കുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുമ്പോൾ we will all become a successful traders and we will form a successful trading community. This is my dream. Okay, now ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? 50% it came back or not? It came back, yes, but here there is some problem. So once you look at the pricing structure in terms of FRVP, okay, here what will happen?
this was the point of your what it is called. This was the point of your short entry. Okay, are you standing at a premium zone based on FRBP? No, because your premium pricing structure is this. അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഇത് ഷോർട്ട് എൻട്രിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഈ ഒരു ആംഗിളിലാണ്. സോ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ പ്രീമിയം പ്രൈസിങ് സ്ട്രക്ചർ ഫ്രം ദ ഇനീഷ്യൽ ലെഗ് ഇവിടെ ആയിപ്പോയി. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇനീഷ്യൽ ലെഗിൽ ഇവിടെ നമ്മളുടെ പ്രീവിയസ് ഏരിയയിൽ ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസിങ്ങിന്റെ സ്ട്രക്ചർ ഇവിടെ വരുമ്പോഴത്തേനും എത്ര വരണം? ഇവിടെ 50% എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ വരണം. സോ FRVP ആൻഡ് ദ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ വരുന്ന ഇതിലെ പ്രീമിയം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 50% എബവ് ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. നൗ അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ബാങ്ക് നിഫ്റ്റി ഓൾസോ. അപ്പം ഇതിന്റെ കൊച്ചുമാൻ എവിടെയാണ് കിടക്കുന്നതെന്നും കൂടെ അതും കൂടെ നോക്കണ്ടേ? അപ്പം ലെറ്റ്സ് ഗോ ടു ദ ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് നിഫ്റ്റിയിൽ സിമിലർ ചാർട്ട് ഇവിടെ വിച്ച് ലോ ക്രിയേറ്റഡ് ദ ഹൈ. ഇവിടെ ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ അല്ലേ? ഇത് ഇവിടം വരെ വന്നിട്ടുള്ളൂ. ദെൻ ദാറ്റ് ഹൈ അല്ലേ, വേറെ ഹൈ ഇല്ലല്ലോ, അത് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഹൈ. ആ ഹൈ ദിസ് ലോ ഇസ് ബീങ് ടേക്കൺ ഔട്ട് ആൻഡ് ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. ഇമീഡിയറ്റ്ലി പ്രൈസ് വെൻ ഡൗൺ അല്ലേ? കണ്ടിന്യൂസ്ലി പ്രൈസ് മുകളിലേക്ക് പോയി, പിന്നെ പ്രൈസ് മുകളിലേക്ക് പതുക്കെ തിരിച്ച് കയറി വരിക. തിരിച്ച് കയറി വരുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? പ്രൈസ് ഇഫ് ദ മാർക്കറ്റ് വാണ്ട്സ് ടു ഗോ ബെയറിഷ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇനീഷ്യൽ ലെഗിൽ ദ ഹൈ തൊട്ട് ഈ ലോ ക്രിയേറ്റ് ചെയ്തിടം വരെ മാർക്കറ്റ് വിൽ ഹാവ് ടു കം ബാക്ക് 50% ഇവിടെ അല്ലേ? 50% ഇവിടെ കയറി വന്നതിന് ശേഷം മാർക്കറ്റ് ഇറ്റ് വോണ്ട് ഗോ ബെയറിഷ് ലൈക്ക് ദിസ്. താഴോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല മാർക്കറ്റിന്. ബിക്കോസ് അതാണ് അതിന്റെ പ്രൈസിംഗ് സ്ട്രക്ചർ ഓർ ദ പ്രൈസിംഗ് മോഡൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ institutional playground, not on the retail thinking. Okay, now what happens? It has to come back to mitigate 50%, then it will come down. So what you are expecting on the bank nifty will be a positive note. And what will you be expecting in the nifty on shorting here? You cannot short here because the bank nifty on the positive side and this is on the negative side, and more weightage to be given for this. But whereas you will look for buying opportunity when there is a pullback or any mitigation on the buyer side, the higher possibility that the market will be going upside again and again and again, because more momentum will be happening on the bank nifty, because bank nifty ക്ക് കുറേ ഷെയറുകളുണ്ട്, ഫൈനാൻഷ്യൽ സെക്ടർ ഷെയറുകളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മൊമെന്റം വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ദിസ് വിൽ ബി ഡ്രിൽഡ് ഔട്ട്. ഇവിടെ മുകളിലേക്ക് ഇതിനെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകും. അതാണ് ഇതിനകത്തെ പ്രശ്നം. അപ്പോൾ മോർ വെയിറ്റേജ് നമ്മൾ ഇവിടെ വരുമ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ മാർക്കറ്റിനെ നോക്കുന്നത്. സോ വാട്ട് വിൽ ബി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ what will be your attitude? That's why I am telling you buy and sell is the best opportunity when it is coming down. Because buy and sell എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഈ പ്രൈസിങ്ങിന്റെ സ്ട്രക്ചറിൽ ദിസ് വിൽ ഹാവ് ടു കം ബാക്ക് 50% അഗെയിൻ അല്ലേ, ബാങ്ക് നിഫ്റ്റി. സോ ഇവിടെ നമ്മളൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യുന്നു, whereas on the nifty side you are expecting a bearish momentum, but higher chance that the bank nifty will be having a bullish momentum. And what am I explaining you? I am explaining you in the live chart of bank nifty. എവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത്? ഓൺ 20 ഇവിടെ ഇന്നത്തെ ഡേറ്റിൽ എത്രയാണ്? 22nd ജനുവരി 20th ജനുവരി. ഓക്കെ, ഇന്നാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൺ ദ ലൈവ് ചാർട്ട് ഇവിടെ നമ്മൾ ഇന്നത്തെ എക്സ്പെക്ടേഷനിൽ ട്രേഡ് ചെയ്തപ്പോഴെല്ലാം ഉള്ള കൺസിഡറേഷൻ അതായിരുന്നു. സോ ഈവൻ ദെൻ നമുക്കൊരു സോങ് പ്ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, 3 ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് 3 വർക്ക്ഡ് ഔട്ട് ആയി. ബട്ട് ടാർഗറ്റ് വാസ് വെരി സ്മോൾ. വി വർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ദ ഇന്റർമീഡിയറ്റ് ട്രെൻഡ്. ഓക്കെ, നൗ ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ആൻഡ് യു ആർ വാച്ചിങ് ഡീകോഡിംഗ് ടെക്നിക്സ് ഓഫ് മാർക്കറ്റ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഡൈനാമിക്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്ലീസ് കമന്റ് ഇറ്റ്. ഓക്കെ, ഐ വിൽ മേക്ക് വൺ മോർ വീഡിയോ ആൻഡ് ഡീകോഡിംഗ് ടെക്നിക്സ്, വൺ മോർ വീഡിയോ വിൽ ബി ദെയർ. ദെൻ വൺ ഓർ ടു മോർ നിങ്ങളുടെ കൺസിഡറേഷൻ എന്തെല്ലാമാണ് എന്നുള്ളത് ചാനലിന്റെ കമന്റ്സിലായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 1-2 കമന്റ്സ് വന്നിരുന്നു. അതായത് എങ്ങനെയാണ് എൻട്രി ഫോർമേഷനിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, നൗ കീപ്പ് വാച്ചിങ് ദ ചാനൽ. ഈ ഡീകോഡിംഗ് ടെക്നിക്സിൽ നമ്മൾ എൻട്രി സെനാരിയോസ് എല്ലാം കവർ ചെയ്ത് എങ്ങനെയാണ് ട്രേഡിംഗ് മോഡൽ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യും അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് അതാണല്ലോ നിങ്ങളെല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അതിനൊരു ചെക്ക് ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കാമെന്ന് ഓൾറെഡി ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു. സോ വി വിൽ മേക്ക് എ ചെക്ക് ലിസ്റ്റ് and we will work out on a plan and you will keep on following those plans only. Then we will have a happy trading with small lots. Okay, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറേ അധികം കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. സോ കീപ് വാച്ചിങ് ദ ചാനൽ
ഈ ഒത്തിരിയധികം നല്ല കമൻസുകൾ വന്നിരുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് കീപ്പ് ഓൺ റൈറ്റിംഗ് ദ കമൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളൊക്കെ എഴുതുക. അതാണ് എൻ്റെ എനർജി. ആൻഡ് എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.